ദജ്ജാലിന് തൊട്ട് മുമ്പ് ഒരു കാലം വരും. ആ കാലത്തിൻ്റെ പൊതുനയം യുസദ്ദഖുൽ കാദിബ് വയുകദ്ദിബു സ്വാദിഖ്. യുസദ്ദഖുൽ കാദിബു കളവ് പ്രചരിപ്പിക്കുന്നവനെ വാസ്തവമാക്കപ്പെടും. വയുകദ്ദിബു സ്വാദിഖ് നേര് പറയുന്നവനെ കളവാക്കപ്പെടുകയും ചെയ്യും. അതാണ് ദജ്ജാലിയൻ യുഗത്തിലെ ഒരു പൊതു സ്വഭാവമാണത്. നേര് പറഞ്ഞാൽ ജനം അംഗീകരിക്കൂല, കളവ് പറഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്യും. ലോകം മുഴുവനും തിന്മയിലേക്ക് വീണു, മുഴുവനും. ഇത് എൻ്റെ സാധാരണ നവലോകക്രമം എന്ന എൻ്റെ പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പറയല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി. നിങ്ങൾ വായിക്കാൻ എനിക്ക് നിർബന്ധമല്ല. ഞാനിതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കാൻ ഇറക്കിയതുമല്ല. ഇത് ഈ യുഗത്തിലെ അത്ഭുതകരമായ പുസ്തകമാണ്. ഇത് വായിക്കൽ ഓരോ മനുഷ്യർക്കും നിർബന്ധമാണ്. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ആനുവൽ എക്സാമിന് നടത്തുന്ന ഒരു കാര്യം, എക്സാമിൻ്റെ തലേ ദിവസം എന്ത് ചെയ്യുന്നറിയാം? അവരുടെ വിശ്വാസമാണ്. എന്ത് വിശ്വാസം? അവർ നഗ്നരായി ഓടും. ആൺകുട്ടികളും പെൺകുട്ടികളും. പെൺകുട്ടികൾ ആൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ആര്? കുട്ടികളല്ല, എന്ത് 10, 25, 28, 30 വയസ്സായ യുവതി യുവാക്കൾ ഓടുക. ഈ വ്യക്തി മനസ്സിലാക്കും ഞാൻ എന്തിനാണെന്ന്. ഈമാനില്ല, പക്ഷെ ഒരിക്കലും ഈമാനിലാവില്ല. അപ്പോൾ ഒരു മുഅ്മിനായ എന്ന് വിചാരിക്കുന്നവനും രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ്റെ ധാരണയാണ് ഞാൻ മുഅ്മിനാവില്ല. ഇതിൽ പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എനിക്ക് ബോധ്യമായ ചില കാര്യങ്ങളായിരുന്നെങ്കിലും എന്തുകൊണ്ട് ഞാൻ പുറകോട്ട് പോയി എന്നാൽ, എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ക്ലാസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ അമേരിക്കയിൽ നിന്ന് ഒരു മെഷീൻ വാങ്ങിക്കൊണ്ടുവരേണ്ട ഒരാവശ്യവുമില്ല. ജർമ്മനിയിൽ നിന്ന് പ്രത്യേകമായ ടൂൾ വരുത്തിയിട്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയും ഇല്ല. ഏത് സമയത്തും നിങ്ങളെ മുന്നിൽ ഇരുന്നാൽ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ് റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട്. എന്നിട്ടും അതിൻ്റെ പേരിൽ ഞാൻ ക്ലാസ് അങ്ങനെ ഉണ്ടാവൂലേ എന്ന് ആളുകൾ അതിന്മേലൊരു വഴക്ക് കൂടാവുന്ന ഒരു സാഹചര്യം ഒരുങ്ങിയപ്പോഴാണ് ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ ഇത് ഈസിയാക്കി മനസ്സിലാക്കാൻ പാടില്ല. നല്ല മനസ്സുണ്ടെങ്കിൽ, നല്ല താല്പര്യമുണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. ഇത് നാടാകെ കൊട്ടിപ്പാടേണ്ട ഒരു വിഷയവുമല്ല. എന്ത് കിട്ടിയാലും കൊട്ടിപ്പാടുന്ന കുറേ ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. 10 ആളോട് കൊട്ടിപ്പാടേണ്ട വർത്താനമേ അല്ല. അത് വന്ന് അത് കേൾക്കുക. ഇനി ഒരാൾക്ക് വരാൻ കഴിഞ്ഞില്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കേൾക്കുക. അവൻ ഗൗരവമായി കേൾക്കുക, സ്വകാര്യമായി കേൾക്കുക. 10 ആളെ കൂട്ടത്തിൽ കേൾക്കുന്നതിനേക്കാൾ നല്ലത് സ്വകാര്യമായി കേൾക്കലാണ്. എന്തുകൊണ്ട്? എൻ്റെ ജീവിതത്തിൽ എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്, മാറ്റേണ്ടത്, തിരുത്തേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇന്ന് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഒരു കാര്യം ഇത് തന്നെയാണ്. എന്തുകൊണ്ട്? ഇതിൻ്റെ സമയം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത് വലിയൊരു ചർച്ചയാക്കി ചെയ്യുകയാണ്. പരിധി വിട്ട് ചെയ്യുക എന്നത് ഒരു ചർച്ചയാക്കുക എന്നതല്ല എൻ്റെ ഉദ്ദേശ്യം. പകരം ഇതൊരു ചർച്ചയായി ഗൗരവമായി മനസ്സിലാക്കിയിട്ട് ചെയ്യുക. അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹത്തെ ഉപയോഗപ്പെടുത്തി ചെയ്യുക. ഇതിൻ്റെ സമയം ആയിക്കഴിഞ്ഞു. ഇത് മറ്റെന്നത്തെക്കാളും ഈ സൂറത്ത് ചർച്ച ചെയ്യാനുള്ള സമയം ആയിക്കഴിഞ്ഞു. ഖൈറുൽ ഖുറൂനി ഖർനി, എൻ്റെ നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ടെന്ന് പുണ്യ റസൂൽ. ഇത്ര ഗൗരവമായി അത് ചർച്ച ചെയ്യേണ്ട നൂറ്റാണ്ട് അതല്ല. അതുകൊണ്ട് ആ വിഷയത്തിൽ ഒരു ചർച്ച ഇത്ര ഗൗരവമായി അവർ നടത്തേണ്ടതും ഇല്ല. കയറിയിരിക്കും. ഒരാളെ തൊടൻ്റെ മേൽ വേറൊരാളെ കാല് വന്നോട്ടെ, നമ്മൾ കയറിയിരിക്കാൻ വേണ്ടി ഇത്ര ആളുകൾക്കും ഇതിൽ കൊള്ളാം. വളരെ 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 ഇത് ചിന്തിക്കണം. ഈ കാലഘട്ടം ഇതാണ് അതിൻ്റെ സമയം. ഇനി നാളെ ഇന്നത്തെക്കാൾ പ്രധാന സമയം, മറ്റന്നാൾ അതിനേക്കാൾ പ്രധാന സമയം. ദജ്ജാലിയൻ യുഗം ഇത് മസീഹുദ് ദജ്ജാലിനോട് മുവാജഹത്തുള്ള ഒരു അധ്യായമാണ്. മൻ ഹഫിള 10 ആയാത്തി മിൻ അവഇൽ സൂറത്തിൽ കഹ്ഫി ഹുഫിള മിൻ ഫിത്നത്തി ദജ്ജാൽ എന്ന് മുഹമ്മദ് മുസ്തഫ ഔ കമാ ഖാൽ. ഹബീബ നബി പറഞ്ഞ സത്തുല്യമായ ഒരുപാട് ഹദീസുകൾ കാണാം. അൽ കഹ്ഫിൽ ആദ്യത്തെ 10 ആയത്ത് ഒരാൾ മനഃപ്പാടമാക്കിയാൽ അയാൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെടുമെന്നാണ്.
അപ്പോൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെടണമെങ്കിൽ അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്തുകൾ മനഃപ്പാഠമാക്കണം എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഹഫിള 10 ആയാത്തി മിൻ അവൈൽ സൂറത്തുൽ കഹ്ഫി ഔ കമാ ഖാൽ. സമാനമായ ഒരുപാട് ഹദീസുകൾ കാണാം. ഹുഫിള മിൻ ഫിത്നത്തി ദജ്ജാൽ, അവൻ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് സംരക്ഷിക്കപ്പെടും എന്ന്. അപ്പം ദജ്ജാലിനുമായും വലിയ ബന്ധമുള്ള അവനുള്ള സമരത്തിൽ വലിയ പ്രാധാന്യമുള്ള ഒരു അധ്യായമാണിത്. ദജ്ജാലിൻ്റെ കാലഘട്ടം ഏകദേശം 1900 കൂടി ആരംഭിച്ചിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വീക്ഷണം. ദജ്ജാലിയൻ യുഗം എന്ന് പറയാം. ദജ്ജാലിൻ്റെ കാലം തുടങ്ങിയിട്ട് വ്യക്തമായി തുടങ്ങിയിട്ട്, അതിന് മുമ്പും തുടങ്ങിയിട്ടുണ്ടാവും. വ്യക്തമായി അല്പം കണ്ണുള്ളവന് മനസ്സിലാക്കുന്ന വിധത്തിൽ ദജ്ജാലിൻ്റെ കാലം 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം മുതൽ ആരംഭിച്ചിട്ടുണ്ടാവും. അപ്പം ദജ്ജാലിയൻ യുഗം ആരംഭിച്ചിട്ട് 1.25 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ദജ്ജാലിൻ്റെ യുഗം തുടങ്ങിയിട്ട് തന്നെ 1.25 നൂറ്റാണ്ട് കഴിഞ്ഞുപോയി. പിന്നെ ഇതിലെ ഓരോ സെക്കൻഡുകളും ദജ്ജാലിൻ്റെ സംസ്കാരം, ദജ്ജാലിൻ്റെ രീതി, അത് ഇങ്ങനെ അടുത്തടുത്ത് കയറുകയാണ്. അതായത് 1900 വലുതായിരുന്നു ദജ്ജാലിലേക്ക് അടുത്തതാണ് 2001, അതിനേക്കാൾ 1902, 1903 അങ്ങനെ വരും. ഇപ്പം 2025 ദജ്ജാലിലേക്ക് അടുത്ത കാലം 2026, അതിനേക്കാൾ 2027, അതിനേക്കാൾ 2028. എന്താണ് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടെ സംഭവിച്ചത്? വിശ്വാസ ധാരകളിലെല്ലാം സുഷിരങ്ങൾ വീണു എന്നതാണ്. മനുഷ്യർ അഗ്നോസിസ്റ്റുകളായി എന്നതുമാണ്. അത് ചരിത്രത്തിലില്ലാത്ത ഒരു ദുരന്തമാണ്. ബലിഷ്ഠമായ വിശ്വാസങ്ങളിൽ മനുഷ്യന് സുഷിരങ്ങൾ വീഴുക. പഠിച്ചവനുണ്ടോ? ഖുർആൻ സത്യം തന്നെയാണോ? മുഹമ്മദ് നബി മാതൃകായോഗ്യം തന്നെയാണോ? പഴയകാലത്തെ ആളുകൾ നല്ലവരാണോ? നാം ചെയ്യേണ്ട കർമ്മങ്ങൾ സാത്വികമായി പിതാക്കളുടെ പിതാക്കൾ സാത്വികരായ, സത്യസന്ധരായ, സാത്വികരായ, ധർമ്മനിഷ്ഠരായ പിതാക്കൾ കാണിച്ചത് നേര് തന്നെയോ? അഗ്നോസിസം സമൂഹത്തെ മൂടി. ഇരുട്ടിനെയും വെളിച്ചത്തിനെയും തിരിച്ചറിയാൻ കഴിയാത്തൊരു അവസ്ഥക്കാണ് ദജ്ജാലിയത്ത് എന്ന് പറയുക. ദജ്ജാലിന് തൊട്ട് മുമ്പുണ്ടാകുന്ന കാലഘട്ടത്തെക്കുറിച്ച് പുണ്യ റസൂൽ, ദജ്ജാലിന് തൊട്ട് മുമ്പ് വരാനുള്ളൊരു കാലഘട്ടത്തിൻ്റെ ഒരു പൊതുനയം പറഞ്ഞത് യുസദ്ദഖുൽ കാദിബു വയുകദ്ദബു സ്വാദിഖു എന്നാണ്. ദജ്ജാലിന് തൊട്ട് മുമ്പ് ഒരു കാലം വരും. ആ കാലത്തിൻ്റെ പൊതുനയം യുസദ്ദഖുൽ കാദിബു വയുകദ്ദബു സ്വാദിഖു. യുസദ്ദഖുൽ കാദിബു, കളവ് പ്രചരിപ്പിക്കുന്നവനെ വാസ്തവമാക്കപ്പെടും. വയുകദ്ദബു സ്വാദിഖു, നേര് പറയുന്നവനെ കളവാക്കപ്പെടുകയും ചെയ്യും. അതാണ് ദജ്ജാലിയൻ യുഗത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണത്. നേര് പറഞ്ഞാൽ ജനം അംഗീകരിക്കൂല, കളവ് പറഞ്ഞാൽ ജനങ്ങൾ അത് ഏറ്റുപിടിക്കുകയും ചെയ്യും. അതായത് നേര് കളവായിട്ടും കളവ് നേരായും ചിത്രീകരിക്കപ്പെടാനുള്ള സാധ്യതകൾ ആ കാലഘട്ടത്തിൽ വർദ്ധിക്കും. ഇത് ഏകദേശം 20-ാം നൂറ്റാണ്ടിൽ സംഭവിച്ചു കഴിഞ്ഞു. 20-ാം നൂറ്റാണ്ട് മുതൽ ഓരോ സെക്കൻഡിലും സംഭവിച്ചു കഴിഞ്ഞു. അതിനൊന്നും ഇനി ഞാൻ വിശദീകരിക്കുന്നേയില്ല. എന്തുകൊണ്ടെന്നാൽ അതിനൊക്കെ ധാരാളം കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ഒരുപാട് പ്രഭാഷണങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കുന്നതിൽ അർത്ഥവും ഇല്ല, ആവർത്തിക്കാൻ മാനസികമായി എനിക്ക് താല്പര്യവും ഇല്ല. എല്ലാവർക്കും ചിന്തിക്കാൻ മാത്രം ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് അടിസ്ഥാനപരമായ ഹക്കായ പാരമ്പര്യമായി മനുഷ്യൻ പുലർത്തിപ്പോന്നിരുന്ന സത്യസന്ധമായ വിശ്വാസധാരകളിൽ സുഷിരങ്ങൾ വീണു. ഇന്നതിൻ്റെ പ്രയോക്താക്കളും ഗുണഭോക്താക്കളുമായ പണ്ഡിതന്മാർക്ക് പോലും അതിൽ വിശ്വാസമില്ലാതെ പോയി. നമ്മൾ വിഷയം പാർശ്വവൽക്കരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. അതാണ് യുകദ്ദബു സ്വാദിഖു വയുസദ്ദഖുൽ കാദിബു. അപ്പം ഇത് ദജ്ജാലിയൻ സംസ്കാരത്തിൻ്റെ സ്വഭാവമാണ്. ദജ്ജാൽ ഇരുട്ടിനെ വെളിച്ചമായി കാണിക്കും, വെളിച്ചത്തെ ഇരുട്ടായും കാണിക്കും. ഇത് ദജ്ജാലിൻ്റെ സ്വഭാവമാണ്. ഇതാ ദജ്ജാലിനെ പിൻപറ്റുന്നവർക്ക് ഇരുട്ട് വെളിച്ചായിരിക്കും, വെളിച്ചം
ഇരുട്ടുമായിരിക്കും. ഇത് ദജ്ജാലിൻ്റെ സൊസൈറ്റിയിലേക്ക് വരുമ്പോൾ തൊട്ട് മുമ്പ്, ദജ്ജാലിൻ്റെ കാലത്തിൻ്റെ തൊട്ട് മുമ്പ് ഒരു ലോകത്തിൻ്റെ പൊതുനയം അങ്ങനെ ആയിരിക്കുമെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് കറക്റ്റ്. അത് വന്നു കഴിഞ്ഞു. അത് കറക്റ്റ്. നിലവിൽ അത് വന്നു കഴിഞ്ഞു. അതിനോടുണ്ടാകുന്ന അതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഞാൻ പറഞ്ഞ അഗ്നോസിസം എന്ന് പറഞ്ഞാൽ. അതായത് വിശ്വാസധാരകളിലൊക്കെ മനുഷ്യന് എന്തുണ്ടാവുക? സംശയങ്ങൾ വരും. അത് നേരോ കാലഘട്ടത്തെ ശ്വസിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. അപ്പോൾ പ്രൊട്ടക്ഷന് ദജ്ജാലിനേക്കാൾ വലുതാണ് ദജ്ജാലിനുള്ള കാലഘട്ടം. ദജ്ജാലിയൻ യുഗം പിറന്നു കഴിഞ്ഞു എന്നോ 1.25 നൂറ്റാണ്ടായി ദജ്ജാലിയൻ യുഗം പിറന്നു കഴിഞ്ഞിട്ട്. ആ യുഗത്തിൻ്റെ തുടക്കത്തിൽ അതിനെ പ്രതിരോധിക്കാൻ പഴമക്കാരായ ആളുകൾക്ക് കഴിഞ്ഞെങ്കിലും അവർക്കതിൽ അത്ര വലിയ വിശ്വാസദാർഢ്യത ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് അതെല്ലാം കേവലം അസോസിയേഷൻസ് മാത്രമായി അത് പതിച്ചു. അതൊക്കെ ഒരു സംഘടിത നിലപാടുകളായി സംഘടനകൾ. അതിനപ്പുറം ഈ വിശ്വാസധാരകളെ ശക്തമായി നിലനിർത്തണം എന്ന ചിന്ത അതിൻ്റെ ആളുകൾക്ക് പോലും ഇല്ലാതെ. അപ്പോൾ ദജ്ജാൽ നമ്മളെ സ്വാധീനിച്ചു കഴിഞ്ഞു. പിന്നെ ലോകം മുഴുവനും തിന്മയിലേക്ക് വീണു. മുഴുവനും. ഇത് എൻ്റെ സാധാരണ നവലോകക്രമം എന്ന എൻ്റെ പുസ്തകമാണ്. ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രചാരണത്തിന് വേണ്ടി പറയല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി. നിങ്ങൾ വായിക്കൽ എനിക്ക് നിർബന്ധമല്ല. ഞാനിതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കാൻ ഇറക്കിയതുമല്ല. ഇത് ഈ യുഗത്തിലെ അത്ഭുതകരമായ പുസ്തകമാണ്. ഇത് വായിക്കൽ ഓരോ മനുഷ്യർക്കും നിർബന്ധമാണ്. വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ വായിച്ചിരിക്കണം. കാരണം ദജ്ജാലിനെ മനസ്സിലാക്കാൻ, ദജ്ജാലിൻ്റെ കാലഘട്ടത്തെ മനസ്സിലാക്കാൻ നിങ്ങൾ ഒരാഴ്ച ലീവ് എടുത്താലും ഇത് വായിക്കണം. ഈ പുസ്തകത്തിൽ പറയുന്ന പ്രമേയം ദജ്ജാലിയൻ കാലഘട്ടത്തിൻ്റെ നേർക്കാഴ്ചയുടെ 1% മാത്രമാണ്. 99% പറഞ്ഞിട്ടില്ല. പറയാൻ കഴിയൂല, പറയാൻ സമ്മതിക്കില്ല. നിയമപരമായ പ്രശ്നങ്ങളുണ്ടാവും. എനിക്ക് അറിയാവുന്ന വിഷയങ്ങളുടെ 1% മാത്രമാണ് ഈ പുസ്തകം. ഇത് പുസ്തകം വായിച്ച ഒരാൾക്ക് നാം ദജ്ജാലിൻ്റെ കാലത്താണെന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഇത് ഇരുന്ന് വായിക്കണം. ഇരുന്ന് വീണ്ടും നിങ്ങൾക്ക് ഒരുപക്ഷെ ഇതിനേക്കാളൊക്കെ അറിവുണ്ടായിരിക്കും. എങ്കിൽ വേണ്ട, ഒരു ഗ്രാഹ്യത, ഒരു അടിസ്ഥാന ഗ്രാഹ്യത നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയാണ് ഈ പുസ്തകം രചിച്ചിട്ടുള്ളത്. ഈ പുസ്തകത്തിൻ്റെ കളറിൽ പോലും വലിയൊരു പാഠം കിടക്കുന്നുണ്ട്. ഇത് ചുവന്ന കളറാണ്. ചുവപ്പ് ആർത്തിയുടെ പ്രതീകമാണ്. ആർത്തി. മനുഷ്യന് ഇന്നുള്ള അവൻ്റെ പൊതുനയം എന്നത് ആർത്തിയാണ്. ആർത്തി. ആഗ്രഹമല്ല, ആഗ്രഹത്തിനും അപ്പുറത്താണ് എന്ത്? ആർത്തി. ഇത് ആർത്തിയുടെ കളറാണ്. കരുതിക്കുട്ടി ഈ കളറാക്കിയതാ. കരുതിക്കുട്ടിയാക്കിയതാ. ഇത് ആർത്തിയുടെ കളറാണ്. കണ്ണാടിക്കൂട്ടിൽ വെച്ച ചിക്കൻ്റെ കാലുകൾ ചുവന്ന കളറിൽ, ചെമ്പരത്തി പൂവിൻ്റെ കളറിൽ ഹോട്ടലിലൊക്കെ കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്ത്? അത് കണ്ട മനുഷ്യന് ആർത്തി വരും. ആർത്തിക്ക് വേണ്ടിയിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. അല്ലാതെ പൊരിച്ചത് കൊണ്ട് ചിക്കൻ്റെ കാല് ചോക്കൂല. ആർത്തി ഉണ്ടാക്കാനാണ്. ഇത് ആർത്തിയാണ്. മനുഷ്യൻ്റെ പൊതുനയം ആർത്തിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിജ്ഞാനം, മനുഷ്യ സമൂഹത്തിന് വിജ്ഞാനം പഠിപ്പിച്ച ചില യൂണിവേഴ്സിറ്റികളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ പറയുന്നത് ഇതിൻ്റെ 160-ാമത്തെ പേജിൽ കേംബ്രിഡ്ജിൽ ഒരു പ്രൊഫസർ നഗ്നയായി നിൽക്കുന്ന ക്ലാസ് എടുക്കുന്നതിൻ്റെ 160-ാം പേജിലുണ്ട്. കേംബ്രിഡ്ജിൽ, ലോകത്തെ ഇന്ന് ഏറ്റവും വലിയ കോമൺ എഡ്യൂക്കേഷൻ സമൂഹത്തിന് നൽകുന്ന ലോകത്തെ അതിപ്രധാനപ്പെട്ടവും പൗരാണികവും ഏറ്റവും പ്രധാനപ്പെട്ടതും ലോകത്തെ ഏറ്റവും വിശ്വാസയോഗ്യമെന്ന് ജനങ്ങൾ വിചാരിക്കുന്നതുമായ യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ്. കേംബ്രിഡ്ജിൽ ഒരു സ്ത്രീ, ഒരു യുവതിയായ പ്രൊഫസർ, അതിസുന്ദരിയായ യുവതിയായ ഒരു പ്രൊഫസർ ക്ലാസ് എടുക്കുകയാണ്. ഒരു നൂൽ അവരുടെ ബോഡിയിലില്ല. ഒരു നൂലില്ല.
ഒരു നൂലില്ല, ഒരു നൂലില്ല, ഒരു നൂലില്ല. അതേ സമയത്ത് തത്സമയം അത് ലോകത്തെ ലക്ഷോപലക്ഷം ആളുകളിലേക്ക് സംപ്രേഷണം ചെയ്യപ്പെടുകയും ചെയ്തു. അതായത് ഒരേ സമയത്ത് കേംബ്രിഡ്ജിലെ പ്രൊഫസറായ ഒരു യുവതിയായ പ്രൊഫസർ, സുന്ദരിയായ യുവതിയായ ഒരു പ്രൊഫസർ ലോകത്തെ വിജ്ഞാനത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവും എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ് എടുക്കണം. അത് തത്സമയം ദശലക്ഷക്കണക്കായ ആളുകൾ വീക്ഷിക്കാനുള്ള സൗകര്യവും അവിടെ തന്നെ ഏർപ്പെടുത്തി. 160 പേജിൽ ഉണ്ട്. മനുഷ്യൻ നഗ്നത പ്രദർശിപ്പിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് മനുഷ്യനെ പുറത്താക്കപ്പെട്ടത് എന്നത്, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് എന്ന് 3 മതങ്ങളും അംഗീകരിക്കുന്ന പൊതു നിയമമാണ്. മനസ്സിലായില്ല? ഇസ്ലാം, ക്രൈസ്തവതയും ജൂതമതവും അംഗീകരിക്കുന്ന പൊതു നിയമമാണ് മനുഷ്യൻ അടിസ്ഥാനപരമായി സ്വർഗത്തിലായിരുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യൻ പുറത്താക്കപ്പെട്ടത്? മനുഷ്യൻ അവൻ്റെ നഗ്നത പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യം മനുഷ്യനിൽ തന്നെ ഉണ്ടായി. സ്വർഗത്തിൻ്റെ മരത്തിൻ്റെ ഇലകൾ പറിച്ച് നഗ്നത പറക്കാൻ ഒരു വിഫലശ്രമം നടത്തിയെങ്കിലും അതിന് പിന്നെ മനുഷ്യർക്ക് കഴിഞ്ഞില്ല. അതോടുകൂടെ പുറത്താക്കിയതാണ്. അപ്പോൾ നഗ്നതയാണ് മനുഷ്യനെ ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ തൃപ്തിയിൽ നിന്ന് അകറ്റുന്നൊരു കാര്യം നഗ്നത പ്രദർശനമാണ്. മനസ്സിലാവേണ്ട പറഞ്ഞത്, ഇത് ലോകപ്രശസ്തമായ കേംബ്രിഡ്ജിൽ ക്ലാസ് എടുക്കുന്ന ഒരു യുവതിയായ സ്ത്രീക്ക് അതാണ് ലോകത്തെ ഇന്ന് ഏറ്റവും, കേംബ്രിഡ്ജിനെ തന്നെ ഞാൻ ഈ ആയിരക്കണക്കായ പ്രസംഗങ്ങൾ ഇവിടെ ഉദ്ധരിക്കാറുണ്ട്. എന്തുകൊണ്ട്? ഒരു വിശ്വാസയോഗ്യമായ ഒരു യൂണിവേഴ്സിറ്റി എന്ന നിലയിൽ. ഈ ഇന്നലെയും ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേംബ്രിഡ്ജിൽ സലാഹുദ്ദീനെ പറ്റി, കേംബ്രിഡ്ജ് എഴുതിയ പുറത്തിറക്കിയ പുസ്തകങ്ങളെക്കുറിച്ച് ഇന്നലെ ഞാൻ ഈ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകത്തെ ഏറ്റവും വിശ്വാസയോഗ്യമെന്ന് വിചാരിക്കപ്പെടുന്ന ലോകത്തെ അതിപ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് കേംബ്രിഡ്ജ്. ആ കേംബ്രിഡ്ജിൻ്റെ സ്വഭാവമാണ് ഈ പറഞ്ഞത്. ഇതേ കേംബ്രിഡ്ജിൻ്റെ കലണ്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 161 പേജിൽ കേംബ്രിഡ്ജിൻ്റെ കലണ്ടർ. ഒരു സ്ഥാപനത്തിൻ്റെ കലണ്ടർ എന്നാൽ ആ സ്ഥാപനത്തിൻ്റെ മുഖമുദ്രയാണ്, അല്ലാതെ കലണ്ടർ വിറ്റ് പൈസ ഉണ്ടാക്കാനല്ല അവരുടെ ഉദ്ദേശം. മനസ്സിലായില്ല? ഒരു കലണ്ടർ എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ കലണ്ടർ? ആ സ്ഥാപനത്തിൻ്റെ ഒരു ഓർമ്മക്ക് വേണ്ടി എല്ലാ ആളുകളും അവരവരുടെ വീടുകളിലും ഓഫീസുകളിലൊക്കെ തൂക്കുന്നതാണ് എന്ത് കലണ്ടർ. അല്ല, കേംബ്രിഡ്ജിൽ ഈ കലണ്ടർ വിറ്റ് പൈസ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും കേംബ്രിഡ്ജിലില്ല. ലോകം എങ്ങനെയും താങ്ങി നിർത്തി നിലനിർത്തുന്ന ഒരു സ്ഥാപനമാണ് കേംബ്രിഡ്ജ്. ആ കേംബ്രിഡ്ജിൻ്റെ കലണ്ടറിൻ്റെ മുഖപേജ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. പൂർണ്ണ നഗ്നരായ യുവതി യുവാക്കൾ നിൽക്കുന്നതാണ് ഫ്രണ്ട് പേജ് കലണ്ടർ. കേംബ്രിഡ്ജിൻ്റെ കലണ്ടറാണ് ഈ കാണുന്നത്. ഇതിൽ കറുപ്പടിച്ചത് ഞാനാണ്. ഇതിൽ കറുപ്പുണ്ട്, കറുപ്പ് ഞാൻ അടിച്ചതാണ്. എന്തുകൊണ്ട്? കേംബ്രിഡ്ജിൻ്റെ കലണ്ടറിലുള്ള കോലത്തിലല്ല ഞാൻ. കാരണം ഇതിൻ്റെ പുസ്തകത്തിൽ നിന്ന് മറ്റുള്ളവർ കാണണ്ട എന്ന് വിചാരിച്ച് ഇവിടെ പ്രൊഫസറെ ഞാനിവിടെ അടിച്ചിട്ടുണ്ട്. സ്തനത്തിൻ്റെ ഭാഗത്തും അവരുടെ ലൈംഗികാവയവത്തിൻ്റെ ഭാഗത്തൊക്കെ ഞാനൊരു ചെറിയ ഒരു വെളുപ്പടിച്ചിട്ടുണ്ട്. എന്തിന്? അത് ആരും എൻ്റെ പുസ്തകത്തിലൂടെ കാണണ്ടെന്ന് വിചാരിച്ചിട്ട്. അതിൻ്റെ ഒരു ഔദാര്യം മാത്രമാണ്. ഇതിൻ്റെ 161 പേജിലുണ്ട്. 160, 161. ഇതിൻ്റെ 162 ഇതിൻ്റെ 162 പേജിൽ ഇത് 158 പേജ് വിശദീകരിക്കുന്ന ഒരു കാര്യം. 158, 159. അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ ആനുവൽ എക്സാമിന് നടത്തുന്ന ഒരു കാര്യം. എക്സാമിൻ്റെ തലേ ദിവസം എന്ത് ചെയ്യുമെന്നറിയാം? അവരൊരു വിശ്വാസമാണ്. എന്ത് വിശ്വാസം? അവർ നഗ്നരായി ഓടും. ആൺകുട്ടികളും പെൺകുട്ടികളും എന്നൊക്കെ പറഞ്ഞാൽ ആര്? കുട്ടികളല്ല, എന്ത് 10, 25, 28, 30 വയസ്സായ യുവതി യുവാക്കൾ ഓടുക, നഗ്നരായി ഓടുക. ഒരു വിശ്വാസം. എന്ത്? ആ നഗ്നരായി ഓടിയാലേ പരീക്ഷ ജയിക്കൂ. എന്നിട്ട് എന്ത് ചെയ്യും? അവർ പരസ്യമായി വന്നിട്ട് ആ നഗ്നരായി ഓടി അവസാനം എന്ത് ചെയ്യുന്നറിയാം? പരസ്യമായി ഈ യുവതി യുവാക്കൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ലൈംഗിക ബന്ധത്തിൽ യുവതി യുവാക്കൾ, ഇവരൊക്കെ വിദ്യാർത്ഥികളാണ്. ഇവിടുത്തെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. അവരാണ് ഇന്ന് ലോകം ഭരിക്കുന്ന സയൻറ്റിസ്റ്റുകൾ.
ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ നിയമജ്ഞർ, ഇവരാണ് ലോകത്തെ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ജഡ്ജികൾ, ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരികൾ. ഹാർവാർഡിലൊക്കെ പഠിക്കുന്നവരാണ്, കേംബ്രിഡ്ജിലും ഹാർവാർഡിലൊക്കെ പഠിക്കുന്നവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭരണാധികാരികൾ, ലോകം നിയന്ത്രിക്കുന്നവർ, ലോകത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നൽകുന്നവർ, ലോകത്തെ ഡയറക്ഷൻ ചെയ്യുന്നവരായ, ലോകം കണ്ട തുല്യതയില്ലാത്ത വിദ്യാഭ്യാസ വിചക്ഷണർ. അവരുടെ ആനുവൽ എക്സാമിൻ്റെ തലേ ദിവസം അവർ നഗ്നരായി ഈ യുവാക്കൾ ഓടും. എന്നിട്ട് പരസ്യമായി പച്ചപ്പകലിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. എന്നിട്ട് അവർ ഹാർവാർഡിൻ്റെ ഒരു പ്രതിമയുണ്ട് യൂണിവേഴ്സിറ്റി മുന്നിൽ, ഹാർവാർഡിൽ ക്രൈസ്തവ അച്ഛനാണ്, ഒരു ക്രൈസ്തവ സന്യാസിയാണ് ഹാർവാർഡ്. മനസ്സിലായില്ല? വലിയ ഫാദറാണ്. അദ്ദേഹമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രതിമക്ക് മുകളിൽ മൂത്രമൊഴിക്കുന്നതോടുകൂടെ ഈ കർമ്മം പൂർത്തിയാക്കും. ലൈംഗിക ബന്ധത്തിൽ നഗ്നരായി ഓടി ലൈംഗിക ബന്ധത്തിൽ പരസ്യമായി ഏർപ്പെട്ടതിന് ശേഷം അവർ ഹാർവാർഡ് ഒരു പുണ്യവാളനാണ്, അതായത് ഒരു ക്രൈസ്തവ പുണ്യവാളനാണ് ആര്? ഹാർവാർഡ് യൂണിവേഴ്സിറ്റി. ഹാർവാർഡ് അദ്ദേഹം വലിയ ഒരു സെയിൻറ്റ് പോലെ അവർ അംഗീകരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രതിമക്ക് മുകളിൽ പരസ്യമായി അവരെന്ത് ചെയ്യും? മുദ്രയ്ക്ക് ആണുങ്ങളും പെണ്ണുങ്ങളും. അതോടുകൂടെ കർമ്മം പൂർത്തിയായി. പിന്നെ നാളത്തെ പരീക്ഷയിൽ ജയിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. വിശ്വാസം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, പലതരം വിശ്വാസം. ഇവരാണ് ഇന്ന് ലോകം ഭരിക്കുന്നത്. ഇവരാണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇവരാണ് നിങ്ങൾക്ക് നീതി നൽകുന്നത്. ഇവരാണ് നാളെ സമൂഹം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ആയിരക്കണക്കായ വിഷയങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രം, നിങ്ങൾ വായിക്കാൻ വേണ്ടിയല്ല, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. അതായത് ഇത് ദജ്ജാലിയൻ കാലഘട്ടമാണ് എന്നതിന് കണ്ണും കാതും ഒരൽപ്പം തുറന്നു വെച്ച ഒരാൾക്ക് മനസ്സിലാകും ഇത് ദജ്ജാലിൻ്റെ കാലഘട്ടമാണ്. ദജ്ജാലിന് മുമ്പ് ദജ്ജാലിൻ്റെ കാലഘട്ടം ആരംഭിക്കും. ദജ്ജാലിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. കള്ളം പറയുന്നവൻ വാസ്തവം പറയുന്നവനായും വാസ്തവം പറയുന്നവൻ കള്ളം പറയുന്നവനായും ചിത്രീകരിക്കപ്പെടും. ഇതാണ് ദജ്ജാലിൻ്റെ കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. തിരിച്ചറിയാൻ ഒരുപാട് തെളിവുകളുണ്ട്. ഇനി നമുക്ക് ദജ്ജാലിനെ ഒന്ന് പരിചയപ്പെടാം, ചിന്തിക്കണം. മാമിൻ നബിയിൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബി. ഈ ദജ്ജാലിനെ കുറിച്ച് ഭയാനകമാക്കി പറഞ്ഞ് സമൂഹത്തിന് താക്കീത് നൽകാത്ത ഒരു പ്രവാചകനും ലോക ചരിത്രത്തിൽ കടന്നുപോയിട്ടില്ല, ആദം മുതൽ. അപ്പം എല്ലാവരും ജനങ്ങളോട് പറഞ്ഞു, ഒരു ഭയങ്കരൻ വരാനുണ്ട്. അവനാണ് ആര്? ദജ്ജാൽ. ഈ വ്യക്തി ഇന്ന് വന്നിട്ടുമില്ല. ഈ വ്യക്തിയെ പറയാത്തൊരു നബിയില്ല. അപ്പോൾ അയാൾ ആരായിരിക്കും? മനസ്സിലായില്ല? ഈ വ്യക്തി ഇന്നും വന്നിട്ടില്ല. നല്ലപോലെ ചിന്തിക്കണം, നല്ലപോലെ തല തുറന്ന് പിടിച്ച് ചിന്തിക്കണം. നിങ്ങളത്തെ ധാരണകൾ തിരുത്തലുമാണ് ഞാൻ എൻ്റെ ഉദ്ദേശം. കുറച്ച് ഞാൻ ധാരണ തിരുത്തും. ഞാൻ ഈ പറഞ്ഞതിനൊക്കെ ഇതിൽ കുറച്ച് ഞാൻ പറയും. മനസ്സിലാക്കിയെടുത്ത് തെറ്റ് പറയും. ഈ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിലും നമ്മൾ മനസ്സിലാക്കിയെടുത്ത് ചില തെറ്റുകളുണ്ട് പറയും. അതായത് മാമിൻ നബിയിൻ ഇല്ലാഹു അൻദറ ഖൗമഹു അനിൽ അഅ്വരിൽ കദ്ദാബി. ഈ കള്ളനെക്കുറിച്ച്, ഈ ലോകം കണ്ട മഹാകള്ളനെക്കുറിച്ച് പറയാത്ത ഒരു നബിയും ലോക ചരിത്രത്തിൽ കയ്യിലുണ്ടായിട്ടില്ല. അത്രയും വലിയ ഭയാനകം എന്ന് പറയുന്ന ഭയാനകം ഇതുവരെ വന്നിട്ടില്ല. അത്രയും ഭയാനകനാണ് ആര്? ദജ്ജാൽ. ഭയങ്കരമാണ്. ഞാൻ ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസ് കാണിക്കാം. عن عمران بن حسين عن النبي صلى الله عليه وسلم قال النبي صلى الله عليه وسلم ما بين خلق آدم إلى قيام الساعة خلق أكبر من الدجال أو أمر من الدجال. ആദമിനെ പടച്ച് ലോകം അവസാനിക്കുന്നതിനിടയിൽ ദജ്ജാലിനെ പോലെ സമൂഹത്തിന് കയ്പ് നൽകുന്ന ഒരാൾ വന്നിട്ടില്ല, വരികയില്ല. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. عن عمران بن حسين رضي الله عنه قال رسول الله صلى الله عليه وسلم, ഹബീബായ നബി പറഞ്ഞു, മാ ബൈന ഖൽഖി ആദമ ഇലാ ഖിയാമി സ്സാഅ. ആദമിനെ പടച്ച മുതൽ ലോകം അവസാനിക്കുന്നതിന് വരെ ഇടയിൽ ഉണ്ടാവില്ല ഖൽഖുൻ, ഒരു സൃഷ്ടിയും, അമറ മിന ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ ലോകത്തിന് കയ്പ് കൊടുക്കുന്ന ഒരാൾ വേറെ ഉണ്ടാവില്ല.
അങ്ങനെ ഭയാനകനായ ഒരാളുണ്ടാവില്ല. ലോകം ഏറ്റവും ഭയപ്പെടേണ്ട ഒരാൾ വേറെ ഉണ്ടാവില്ല. മാ ബൈന ഖിയാമി സഅത്തി മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമി സഅ. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ്. മാ ബൈന ഖൽഖി ആദം ഇലാ ഖിയാമി സഅ. ആദമിനെ പടച്ചത് മുതൽ നിങ്ങൾ പറ ഏതുവരെ? ലോകം അവസാനിക്കുന്നതിനിടയിൽ ഒരു സൃഷ്ടിയുമില്ല. അക്ബറ, ഭയാനകനായിട്ട്, ഔ അമറ, സമൂഹത്തിന് കയ്പ് കൊടുക്കുന്നവനായിട്ട്, കൈപ്പേറിയവനായിട്ട്, മിന ദജ്ജാൽ, ദജ്ജാലിനേക്കാൾ ഒരാളുണ്ടാവില്ല എന്ന് പുണ്യ റസൂൽ ഞങ്ങളോട് പറഞ്ഞു. ഈ ഹദീസ് സ്വഹീഹാണെന്ന് ഇമാം മുസ്ലിം അടക്കമുള്ളവർ സർട്ടിഫൈ ചെയ്യുകയും സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഭയാനകനായിരിക്കും ആര്? ദജ്ജാൽ. ഭയങ്കരമായിരിക്കും. അവനെ സഹിക്കാൻ ലോകത്തൊരാളും കഴിയില്ല, ഒരു സത്യവിശ്വാസിക്ക് കഴിയേയില്ല. ഇല്ലെങ്കിൽ താതാത്മ്യപ്പെടണം. ഇപ്പം നമ്മൾ ഇന്ന് ചെയ്യുന്നൊരു കാര്യം, ഞാൻ അവിടേക്ക് വന്ന പിന്നെ ബുദ്ധിമുട്ടാവും. ഇന്ന് പണ്ഡിത ലോകം അടക്കം ചെയ്യുന്നൊരു കാര്യം എന്താണെന്നറിയോ? കയ്പുള്ള കാര്യത്തോട് താതാത്മ്യപ്പെടുക, ഭയപ്പെടുക, അതിൻ്റെ ഭാഗമായി നിൽക്കുക. ഇത് നമ്മളെ ദജ്ജാലിൻ്റെ സംസ്കാരത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. ഈ പറഞ്ഞ് മസ്യോം ഫിത്തനത്തിൽ മസീഹ് ദജ്ജാലി എന്ന് പറയുന്ന അവസാനത്തെ ആളും പറയും. പക്ഷേ അയാൾ ആളുമായിരിക്കും, ദജ്ജാലിൻ്റെ ആളുമായിരിക്കും. ഒമീൻ ഫിത്തനത്തിൽ മസീഹ് ദജ്ജാൽ എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടില്ല. അപ്പൊ അതിനേക്കാൾ ഭയാനകമായ ഒരു ദുശക്തി വരാനില്ല. ഇബ്നു മാജയിലും വേറൊരു ഹദീസ് عن أبي أمامة عن النبي صلى الله عليه وسلم قال إنه لم تكن فتنة في وجه الأرض منذ ذرأ الله ذرية آدم أعظم من فتنة الدجال. പുണ്യ റസൂൽ പറഞ്ഞു. عن أبي أمامة رضي الله عنه قال قال رسول الله صلى الله عليه وسلم إنه لم تكن فتنة, ഒരു ഫിത്ന ഉണ്ടാവുകയില്ല, في وجه الأرض, ഭൂമുഖത്ത്, ഭൂമിക്ക് മുകളിൽ ഒരു ഫിത്നയും ഉണ്ടാവില്ല. മുൻദു ദറഅ അല്ലാഹു ദുരിയത ആദം, ആദമിന്റെ മക്കളെ അള്ളാഹു പടച്ചത് മുതൽ ഉണ്ടാവില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. അഅളമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാൽ വരുത്തുന്ന അപകടത്തെക്കാൾ വലിയൊരു അപകടം മാനവ ചരിത്രത്തിൽ മറ്റൊരാൾക്ക് വരുത്താൻ ഇല്ല. ഇപ്പൊ ദശലക്ഷക്കണക്കായ ആളുകളെ കൊന്ന ആളാണ് അലക്സാണ്ടർ. അയാൾ ഒന്നുമല്ല. ആരേക്ക് ചേർത്താൽ? ദജ്ജാലിലേക്ക് ചേർത്താൽ. ഞാൻ നിങ്ങളോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നിറഞ്ഞു നിൽക്കുന്ന ദൈവികമായ സന്ദേശങ്ങളുടെ മതങ്ങൾ, എത്ര മതങ്ങളെയാണ് അലക്സാണ്ടർ ഇല്ലാതാക്കിയത്? പല മതങ്ങളും, ബുദ്ധമതം, സൗരാഷ്ട്രമതം, ഇതിൻ്റെയൊക്കെ അടിസ്ഥാന തൗഹീദിനെ അലക്സാണ്ടറാണ് നശിപ്പിച്ചത്. ഹിന്ദുമതത്തിൻ്റെ 99% വേദങ്ങളും നശിപ്പിച്ചത് അലക്സാണ്ടർ. അതിനുശേഷമാണ് ആ മതം ഇതിഹാസങ്ങളിലേക്കും ഉപനിഷത്തുകളിലേക്കും പോകാനുള്ള കാരണം അവരുടെ കയ്യിൽ വേദം നഷ്ടമുള്ളത് കൊണ്ടാണ്. വേദം നഷ്ടപ്പെട്ടുപോയി. ആരെ വേദം നഷ്ടപ്പെടുത്തിയത്? അലക്സാണ്ടർ. നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും അപകടകാരിയായ ആൾ അലക്സാണ്ടർ ആയത് വരും. പക്ഷെ അലക്സാണ്ടർ ഒന്നുമല്ല. ആര് വന്നാൽ? ദജ്ജാൽ വന്നാൽ. ഇന്നഹു ലം തകുൻ ഫിത്ന, ഒരു ഫിത്ന ഉണ്ടായിട്ടില്ല, ഉണ്ടാവുകയുമില്ല. ഫി വജ്ഹിൽ അർളി, ഭൂമുഖത്ത്, ഭൂമിക്ക് മുകളിൽ ഉണ്ടാവൂല. മുൻദു ദറഅ അല്ലാഹു ദുരിയത ആദം, ആദമിന്റെ മക്കളെ അള്ളാഹു സൃഷ്ടിച്ചത് മുതൽ ഉണ്ടാവില്ല. അഅളമ മിൻ ഫിത്നത്തി ദജ്ജാൽ, ദജ്ജാൽ വരുത്തുന്ന അപകടം പോലെ വരുത്താൻ വേറൊരാൾക്ക് കഴിയില്ല. അത്രയും വലിയ ആളാണ് ദജ്ജാൽ എന്ന് പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നമ്മൾ എന്താ ഇവിടെ ചർച്ച, ഈ സൂറത്ത് എന്താ നമ്മളിവിടെ പറയാനുള്ള കാരണം പ്രധാനമായും മൻ ഹഫിള 10 ആയാത്തി മിൻ അവഇൽ സൂറത്തിൽ കഫി ഹുഫിള മിൻ ഫിത്നത്തി ദജ്ജാൽ. 10 ആയത്ത് മനഃപ്പാഠമാക്കിയാൽ അയാൾ ദജ്ജാലിൻ്റെ ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടും. ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പം നമ്മൾ 10 ആയത്ത് കാണാതെ പഠിച്ചാൽ മനസ്സിലായ പറഞ്ഞത് വിശദീകരിക്കുന്നില്ല. ചിന്തിക്കണം, വളരെ 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 ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. അപ്പോൾ 10 ആയത്ത് കാണാതെ പഠിക്കാം. 10 ആയത്ത് കാണാതെ പഠിക്കാം. ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തിൽ ഏതെങ്കിലും ഈ 10 ഒരായത്തെങ്കിലും ഖുർആനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താന്ന് പറയാനുണ്ടോ? അപ്പോൾ തല കൊടുത്ത് ചിന്തിക്ക്. ഉദാഹരണം, സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയാണല്ലോ ഇത് പറഞ്ഞത്.
പറയും മനുഷ്യന്മാരെ. മൻ ഹഫിള 10 ആയാത്ത് മിൻ അവൈൽ സൂറത്തിൽ കഹ്ഫി ഹഫിള മിൻ ഫിത്നത്തി ദജ്ജാൽ. ഒരുപാട് മുഹദ്ദിസുകൾ രേഖപ്പെടുത്തിയ ഒരാൾ എന്താ ചെയ്യേണ്ടത്? എത്രയോ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ പിതൃപുത്രനായ ബഹുമാന ഹാഫിള് അബു അലി ഹംബൽ ബിൻ ഇസ്ഹാഖ് ഹംബൽ ഷിബാനിയുടെ അൽ ഫിത്തൻ എന്ന കിതാബാണിത്. വളരെ പ്രാമാണികമായ ഒരു ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ പോലും അദ്ദേഹം പറയുന്നുണ്ട്, ദജ്ജാലിനോട് എതിരിടമെന്നുദ്ദേശിക്കുന്നവർ അൽ കഹ്ഫിൻ്റെ ആദ്യത്തെ 10 ആയത്ത് ഓതുക, പഠിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര, ദജ്ജാൽ എന്ന് പറഞ്ഞാൽ എത്ര ഒരാൾ ദജ്ജാൽ വന്നു കഴിഞ്ഞാൽ ഒരാൾ വ്യക്തി വിചാരിക്കും ഫീ നഫ്സി, സ്വന്തം വ്യക്തിത്വത്തിൽ അയാൾ വിചാരിക്കും അസ്സബാത്ത് അലൽ ഈമാൻ, ഞാൻ ഇപ്പോഴും ഈമാൻ്റെ ആളാണെന്ന്. ദജ്ജാൽ വന്നാലും ദജ്ജാലിൻ്റെ കാലഘട്ടത്തിൽ, ദജ്ജാലിയൻ കാലഘട്ടം, ഒരു വ്യക്തി വിചാരിക്കും ഞാൻ ആരാണ്, മുഅ്മിനാണെന്ന് അവൻ വിചാരിക്കും. ഫയത്തബിഉ ദജ്ജാല, അപ്പോൾ എന്നിട്ട് അവൻ ദജ്ജാലിനെ പിൻപറ്റും. ലിമാ യറാ മിൻ ഖവാരിഖ മിൻ അളീമ, വലിയ 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 അത്ഭുതങ്ങൾ ആര് കാണിക്കും? ദജ്ജാൽ കാണിക്കും. യുജ്രിഹുല്ലാഹു അലാ യദൈഹി, അവൻ്റെ കയ്യിലാൽ അള്ളാഹു അത്ഭുതങ്ങൾ കാണിക്കും. എന്നിട്ട് ഈ വ്യക്തി ആരെ പിന്തുടരും? ദജ്ജാലിനെ പിന്തുടരും. ഈ വ്യക്തി മനസ്സിലാക്കും ഞാൻ എന്തിലാണെന്ന്. ഈമാനില്ല, പക്ഷെ ഒരിക്കലും ഈമാനിലാവില്ല. അപ്പോൾ ഒരു മുഅ്മിനായ എന്ന് വിചാരിക്കുന്നവനും രക്ഷപ്പെടാൻ കഴിയില്ല. അവൻ്റെ ധാരണയാണ് ഞാൻ മുഅ്മിനാവൂല. ദജ്ജാലിയൻ കാലഘട്ടത്തിൽ ഒരു വ്യക്തി വിചാരിക്കും എന്ത്, ഞാൻ ആരാണ്, ഞാൻ മുഅ്മിനാണെന്ന് വിചാരിക്കും. എന്നിട്ട് ദജ്ജാലിയൻ സംസ്കാരത്തെ ദജ്ജാലിന് മുമ്പ് അവൻ പിൻപറ്റും. ദജ്ജാൽ വന്നാൽ ദജ്ജാലിനെയും പിൻപറ്റും. ഇപ്പോൾ ഇന്നത്തെ ആധുനിക സംസ്കാരങ്ങൾ ഈ ആധുനിക സംസ്കാരങ്ങൾ, ആധുനിക ടെക്നോളജി, അതിനെ പുകഴ്ത്തി പറയാത്ത ആളാരാ? ഒറ്റ വാക്ക് പറഞ്ഞിട്ട് ഒരു വാക്കുകൊണ്ട് ഞാൻ ഓടാം. നമ്മളിപ്പോൾ ഈ കഴിഞ്ഞ ഒരു 30 ദിവസത്തിനുള്ളിൽ നമ്മുടെ പല പ്രബോധകന്മാരുടെയും പ്രസംഗത്തിൻ്റെ കൊഴുപ്പെന്ന് പറഞ്ഞാൽ ഫുട്ബോളാണ്. എന്തുകൊണ്ട്? കാലഘട്ടത്തിൻ്റെ ഒരു കളിയാണ്. വലിയ വലിയ നന്മയാണെന്ന് വിചാരിച്ച് നമ്മൾ സ്ഥാപിച്ച വലിയ വലിയ നന്മയുടെ സ്ഥാപനങ്ങൾ ജനങ്ങൾ കോടികൾ കൊടുത്ത് സഹായിച്ചു വളർത്തിയെടുത്ത ഈ അടുത്ത കാലത്തുണ്ടാക്കിയ ചില മാധ്യമങ്ങൾ പോലും എന്ത് ചെയ്തു? ജനങ്ങളെ ഈ തിന്മയിലേക്ക് അകപ്പെടുത്തി. അതിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചില്ല. നാടോടുമ്പോൾ നടുവോടുകയാണ് ചെയ്ത്. ആരെയും കുറ്റപ്പെടുത്തിയിട്ട് പ്രശ്നം തീരൂല. ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ ആ കൂട്ടത്തിലില്ല എന്ന് ഉള്ളൂ. ഞാൻ അവരെ കുറ്റപ്പെടുത്താനില്ല, കുറ്റപ്പെടുത്തിയോണ്ട് പ്രശ്നം തീരില്ല. ചിന്തിക്കും. അപ്പൊ ഈ വ്യക്തികൾ ദജ്ജാൽ വരുന്നതിന് മുമ്പ് ദജ്ജാലിയൻ സംസ്കാരങ്ങൾ വരും. ദജ്ജാൽ വരുന്നതിന് മുമ്പ് ദജ്ജാലിയൻ സംസ്കാരം വരും. ഈ ദജ്ജാലിയൻ സംസ്കാരം വന്നാൽ 5 വക്ത് നിസ്കരിക്കുന്ന വ്യക്തി ദജ്ജാലിയൻ സംസ്കാരത്തിൽ അകപ്പെടും. ദജ്ജാൽ വന്നാൽ ദജ്ജാലും അകപ്പെടും. ദജ്ജാൽ വരുന്നതിന് മുമ്പ് എന്തുണ്ടാവും? ഇവിടെ ദജ്ജാലിയൻ സംസ്കാരം ഉണ്ടാവും. ആ സംസ്കാരത്തിൽ അകപ്പെടും. ആ ദജ്ജാലിയൻ സംസ്കാരത്തിൽ അകപ്പെട്ട് കഴിഞ്ഞാൽ ഈ വ്യക്തി വിചാരിക്കും അസ്സബാത്ത് അലൽ ഈമാൻ, ഇവൻ എന്ത് ബന്ധമാണ് ഇപ്പോഴും നിൽക്കുന്നത്. അതേസമയത്ത് മുഅ്മിനാവില്ല, ഈമാൻ ഉണ്ടാവില്ല. ഇനി എന്താ അവൻ ചെയ്യേണ്ടത്? അവൻ അൽ കഹ്ഫിലെ ആദ്യത്തെ 10 ആയത്ത് പഠിക്കുക. സിമ്പിൾ ആണല്ലോ, 10 മിനിറ്റ് കൊണ്ട് പഠിച്ചൂടെ? ഞങ്ങൾ ദജ്ജാലിനെ വേണം രക്ഷപ്പെടി 10 മിനിറ്റ് തരാം. അന്തോസുകളെ, ഇവിടെയാണ് മുസ്ലിങ്ങൾ അന്തംഗമ്മികളായിട്ടുള്ളത്. വേഗം അൽ കഹ്ഫിന്ന് 10 ആയത്ത് കാണാൻ തുടച്ചാൽ രക്ഷപ്പെടും. ആരത്തോട്ട്? ദജ്ജാൽ രക്ഷപ്പെടും. 10 മിനിറ്റ് മതി. ചിലർക്ക് 10 മിനിറ്റ് കൊണ്ടിരില്ല. കാരണം സ്ഥിരമായി എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ഓതുന്നതല്ലേ അൽ കഹ്ഫിലെ ആ 10 ആയത്ത്. അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദൻ എളുപ്പമല്ലേ. കാരണം മാത്രമല്ല മനപ്പാടമാക്കാൻ ഇരിക്കേണ്ടി പോലും വരില്ല. കാരണം എല്ലാ ആഴ്ചയും നമ്മൾ ഓതിപ്പോരുന്നതായതുകൊണ്ട് നമ്മൾ പോലത്തെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓർത്ത തന്നെ നമ്മൾ മനപ്പാടമാക്കി എന്ന് പോലും നമ്മൾ പിന്നെയാണ് മനസ്സിലാക്കുക. ഈ സാധനം നമുക്ക് എന്തുണ്ടാവും? മനപ്പാടുണ്ടാവും.
അപ്പൊ നമ്മൾ പോലത്തെ എന്തിന് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു. പ്രശ്നമില്ലല്ലോ. അപ്പൊ അമ്പിയാക്കൾ പോലും പേടിച്ചിട്ടുള്ള കാര്യത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടില്ല. നമ്മൾക്ക് ഏതായാലും കേമം കയറി അങ്ങോട്ട് ചാടി രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഏതായാലും ആരും പേടിക്കണ്ട, ദജ്ജാൽ പേടിക്കണ്ട. ദജ്ജാൽ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് പറഞ്ഞാൽ അള്ളാഹു തആല മനുഷ്യരാശിയെ പഠിച്ചിട്ട് ലോകം അവസാനിക്കുന്നവരെ ഉള്ള കാലഘട്ടത്തിനിടയിൽ ഇവനേക്കാൾ അപകടകാരിയായ ഒരു വ്യക്തി ഇല്ലാന്ന് പുണ്യ റസൂൽ ആവർത്തിച്ച് പറഞ്ഞതാ. എത്ര ഹദീസാണ് ഈ വിഷയത്തിലുള്ളതിന് കയ്യും കണക്കുമില്ല. മനസ്സിലാവുണ്ട്. വളരെ വളരെ ഉണ്ടാതിരിക്കും. പാടില്ല, മുണ്ടുന്ന സമയമല്ല ഇപ്പോൾ. ചിന്തിക്കണം.